ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? ഞങ്ങളിവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഒരു സാറ്റർഡേ ആണ്. നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? ചെടി നടാൻ പോവാണ്. ഇവിടെ ഇപ്പോൾ സ്പ്രിംഗ് ആണ് കേട്ടോ. അപ്പം ഞങ്ങൾ കുറച്ച് ചെടികൾ ഞങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാനുണ്ട്. പിന്നെ കുറച്ച് ഔട്ട്ഡോറിൽ നമ്മൾ കുറച്ച് വിത്തൊക്കെ പാകാനുള്ള പരിപാടിയിൽ നമ്മൾ പോയി കോമ്പോസ്റ്റ്, നമ്മുടെ മണ്ണൊക്കെ വാങ്ങിയിട്ടുണ്ട്, ചട്ടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇന്ന് നമ്മൾ മക്കളുമായിട്ട് എന്തുവാ ആണോ ചെടി നടാനുള്ള പരിപാടിയാണ്. ചെടി കാണിച്ചു കൊടുക്കാം നമുക്ക് വ്യൂവേഴ്സിന്. ചെടി ഇവിടെയാ, അതാ ഇവിടെയാ. ബാ കമോൺ, ചെടി കാണിച്ചു കൊടുക്കാം. ചെടി ബാ. എവിടെ ചെടി? റീപ്പോർട്ട് ചെയ്യാനുള്ള ചെടി ഇതാ കേട്ടോ. ഇത് 2 ലിലീസ്. ഒരെണ്ണത്തിൽ നല്ല പൂവിട്ട് കേട്ടോ. ഇപ്പോൾ സമ്മറായപ്പോൾ വെയിലൊക്കെ കിട്ടിയിട്ട് അപ്പോൾ ഇത് അകത്തിരുന്നതാണ്, ഇൻഡോർ. അപ്പോൾ എനിക്കിത് 2 റീപ്പോർട്ട് ചെയ്യണം. ആക്ച്വലി ഇതിന് കുറച്ചുകൂടെ വലിയ ചട്ടിയിലേക്ക് ആക്കണം. ഡോണ്ട് ടച്ച് ഓക്കെ. ലില്ലി എന്തൊക്കെ കാറ് ഇടാൻ വേണ്ടിയിട്ട് ഗേറ്റ് ഓപ്പൺ ആക്കി കൊടുത്തു. ഇപ്പൊ 2 പേരും കൂടെ ഗേറ്റ് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്ത് കൊടുക്ക്. യെസ് ഗുഡ് ഗേൾസ്. സ്ലോലി പോട്ടെ. ഗുഡ് ഗേൾസ്. താങ്ക് യു പറ. ഉമ്മി ലോക്കിട്ടോളാം. ലോക്കൊമ്മി ഇടാടാ. നമ്പർ ലോക്കുമ്മി ഇടാട്ടാ. ഇടാൻ അറിയോ? ഞാനിടാം, മമ്മ ഇടാം. നമുക്ക് ചെടി നടാം. ബാ ചെല്ലു, മമ്മ ഇടാം. നമുക്ക് ചെടി നടാം. ലണ്ടൻ മലയാളി ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് ഇതൊക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുവാ? ചെടി നടാൻ പോവാണ്. ഒരിതും കൂടെ ഉണ്ടല്ലോ. ഐസു നമ്മളെ ഇതെങ്ങനെയാ ചെടി വളരുന്നതെന്ന് അറിയാവോ? പ്ലാന്റ് ആവുന്നേ. ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് എന്ത് ഇടും? സോയിൽ ഇടും. എന്നിട്ട് നമ്മൾ സീഡ് നടും. എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും ചെടി വളർന്നോന്ന്. ഓക്കെ ബാ. ഐസു ഇട്. കുഴപ്പമില്ല, കോമ്പോസ്റ്റാ അല്ലേ. പപ്പ സോയിൽ ഇട്ടിട്ട് വിത്ത് അത് വേണ്ട. ഗ്ലൗസ് കുഴപ്പമില്ല, കൈ അങ്ങ് കഴുകിയാൽ മതി. മണ്ണിട്. സൈഡിൽ നിന്നാലല്ലേ മണ്ണ് കിട്ടുള്ളൂ. കുറച്ചും കൂടെ വേണം. ഇല്ല കുറച്ചും കൂടെ വേണം. ഇങ്ങനെ ഞാൻ കസേര ഇരിക്കാന്ന്. അതെന്താ? ചെടി തൊടണം. വായോ. ചെടിയല്ല, ഈ മണ്ണിടും. മണ്ണിട്ടിട്ട് അതിനകത്ത് നമ്മൾ സീഡ് വെക്കുമോ? സീഡ് വെച്ചിട്ട് നമ്മൾ എന്നും വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ചെടി വളർന്നു വരും. നമ്മൾ എന്നിട്ട് എന്നും വന്ന് നോക്കും ഇതിനകത്ത് ചെടി വളർന്നോ എന്ന്. കേട്ടോ? നമ്മൾ ഇതിനകത്ത് എന്തൊക്കെ നടാൻ പോകുന്നതെന്ന് അറിയാവോ? ഐസുനും
ഐസു ഐസു നമ്മൾ ഇതിനകത്ത് നടാൻ പോകുന്നത് ഫ്ലവറുള്ള ചെടി, ടൊമാറ്റോ നടും. പിന്നെ എന്താ നമ്മൾ നടും? ടൊമാറ്റോ നടും. എന്നിട്ട് ആ പ്ലാന്റിൽ നിന്ന് നമുക്ക് ടൊമാറ്റോ കിട്ടും. അത് നമ്മൾ പറിച്ച് കറി വെക്കും. അവിടെ ഇരിക്കും. പപ്പ ഹെൽപ്പ് ചെയ്യും. പപ്പ ഹെൽപ്പ് ചെയ്യ പപ്പയെ. മതി. അത്ര വേണമായിരുന്നോ? വേണമല്ലേ? ഇതാ കേട്ടോ ഞാൻ മേടിച്ച വിത്തിന്റെ ഇത് കുറച്ച് മിക്സഡ് ഫ്ലവറിന്റെ ഒരെണ്ണം ഉണ്ട്. അതുപോലെ പിന്നെ ഉള്ളത് ഇത് ഇത്രയുള്ളത്. ഇതിനകത്ത് സൺഫ്ലവർ ഉണ്ട്, എല്ലാം ഉണ്ട് അതിനകത്ത്. ഇതാ നമ്മൾ നടാൻ പോകുന്നത്. ചെറിയ കുഞ്ഞു സീഡാ കേട്ടോ. അങ്ങനെ നമ്മള് ചെടി നടലല്ലേ. നമ്മുടെ കുറച്ച് നല്ല വൈറ്റമിൻ ഡി കൊണ്ട് കുറച്ച് വിത്ത് നടലും റീപ്ലാന്റിങ് ഒക്കെ ചെയ്തതാ. ഇനി ഇതെല്ലാം നമുക്ക് ഇല്ല, റീപ്ലാന്റ് ചെയ്ത് 2 എണ്ണം ഉള്ളത് ഇപ്പൊ 3 എണ്ണം. ഒരെണ്ണത്തിനകത്ത് നല്ല പൂത്ത് കുറേ 2 കിഴങ്ങൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പൊ അതെല്ലാം മാറ്റി ഇതാ ഷാനു കോമ്പോസ്റ്റ് ഒക്കെ ഇതാക്കുന്നു. മക്കളിതാ ഇവിടെ എന്തുവാ ബേബി? 2 പേരുടെ 2 ബേബി. ഐസു ഒരു ബേബിനെ കാണിച്ച ഐസു തറയിലൊക്കെ ഇരുന്ന്. പാലോ? എവിടെ പാല്? പിന്നെ മിക്കി ചെടി കൊണ്ട് പോവാം. ഓക്കെ. ഐസിന് എന്താ കിട്ടിയേ? എന്താ കിട്ടിയേ? എന്താ കിട്ടിയേ? സ്വാഗതം സ്വാഗതം. ലണ്ടൻ മലയാളം ഫാമിലികൾക്ക് സ്വാഗതം. സ്വാഗതം സ്വാഗതം തരാറായില്ല. സ്വാഗതം തരാറാ മുമ്പ്. താങ്ക് യു പറ. താങ്ക് യു മൈഷു പറ. പിള്ളേർ മടുത്തിട്ട് ഇവിടെ കളിച്ചോണ്ടിരിക്കുന്ന ഒരാള്. ഇത് ആക്ച്വലി കളിക്കാന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായ. തക്കാളി ഇതിനകത്താട്ടോ നട്ടത്. ഇത് ആക്ച്വലി നമ്മൾ വിത്ത് പാകിയിരുന്നു. അപ്പം അതിങ്ങനെ പൊടിച്ച് വന്നു. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാതെ തക്കാളിയുടെ ജസ്റ്റ് നോത്ത് വയ്ക്കട്ടെ. നമുക്കിത് വലുതായിട്ട് കാണാം. ചെടിയിൽ പൂ വന്നോ? ഇത് കണ്ടോ?
വാവ്, ചെടിയിൽ പൂ വന്നല്ലോ. ഇത് ഏതാ കളറ്? ഏത് കളറാ? ഫ്ലവർ വന്നോ? ഇസു ഐസുവിന് ഓർമ്മയുണ്ടോ? ബട്ടർഫ്ലൈ വന്നല്ലേ നമ്മുടെ? ഓ ബട്ടർഫ്ലൈ. ഇസു ഐസു ഓർമ്മയുണ്ടോ? 1 month മുന്നേ നമ്മൾ നട്ട സീഡാണ് ഇത്. ഓർമ്മയുണ്ടോ? ശരിക്കും ഉള്ള വെള്ളം ഒഴിക്കാൻ പാ. രണ്ടാളും ഒഴിച്ചേ. അങ്ങനെയല്ല ഇവിടെ ഇങ്ങനെ. ഇസു വെള്ളം ഒഴിച്ചിട്ട് ഇനി ഐസുവിന് കൊടുക്കണം കേട്ടോ ഒഴിക്കാന്. ഓക്കെ, ഒഴിക്കേ. ഇത് ശരിക്കും ഞങ്ങളെ 1 month മുന്നേ നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ ആ സീഡ് നട്ടില്ലേ, അത് കുറച്ചൊക്കെ ഇതാ ജമന്തിയിലൊക്കെ പൂ വന്നു. ഇനി ഐസു ആക്ക്. ഇവിടെ ഒഴിച്ചിട്ട് ഞാൻ പറയാം കേട്ടോ. മമ്മ ഹെൽപ്പ് ആക്കട്ടെ. ഇത് എന്താണെന്നറിയാവോ? ഇത് ഏത് ചെടിയാണെന്നറിയാവോ? ടൊമാറ്റോ. ഇതിനകത്ത് ഇനി ടൊമാറ്റോ വരും. ഇത് ഇത്ര വലുതാവും. ഇത്ര വലുതായിട്ട് എന്ത് വരും ഐസു? ടൊമാറ്റോ. ഇസു ഇതിൽ എന്ത് വരും ഇത്ര വലുതാകുമ്പോ? ടൊമാറ്റോ. ഇത് എന്താ? ഇത് നിങ്ങൾ കണ്ടോ? ഇതിന്റെ ഇല എന്താ വാടിപ്പോയേ? എന്താ? ചെടിയുടെ ഇല വാടിപ്പോയി. അതൊക്കെ ഞാൻ പറയാൻ കേട്ടോ. ഒരു സ്റ്റോറി തന്നെ പറയാനുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിലൊക്കെ കണ്ടോ? ഇതിലൊക്കെ കുറച്ച് പൂ വന്നു, ബാക്കിയൊക്കെ പൊടിച്ചു വരുന്നു. ഇതിനകത്ത് നമ്മൾ ഫുള്ള് നട്ടില്ലേ, അതൊന്ന് കാണിക്കട്ടെ. ഇത് കണ്ടോ? ഇതിനകത്ത് കുറച്ചൊക്കെ ഇങ്ങനെ പൊങ്ങി വരുന്നതേ ഉള്ളൂ. ഒരുപാട് ഇതിനകത്ത് ഫുള്ളുള്ളതിൽ മൊത്തം പോയി കേട്ടോ. ഇത്ര ഈ ടൊമാറ്റോസും പിന്നെ ഇതും ഇവിടെ നിന്ന് കുറച്ച് അടിയിൽ കിടന്ന സീഡ് പൊങ്ങി വരുന്നു, ബാക്കിയൊക്കെ പോയി. അതുപോലെ പിന്നെ നമ്മൾ മറ്റേതിനകത്ത് നട്ടത് ഇത് സൺഫ്ലവർ നമ്മൾ ഇതിലാണല്ലോ നട്ടത്. സൺഫ്ലവർ ആണ് എന്താണെന്ന് എനിക്കിപ്പോൾ അറിയില്ല. അന്ന് ഞാൻ സൺഫ്ലവറിൻ്റെ സീഡാണ് ഇട്ടത്. അത് ഒരെണ്ണേ കിട്ടിയിട്ടുള്ളൂ, ബാക്കിയൊന്നും പിടിച്ച് കിട്ടിയിട്ടില്ല. സണ്ണി വെള്ളം ഒഴിച്ചോ. ഐസുവിന് കൊടുക്ക വെള്ളം ഒഴിക്കാൻ. എന്താ ആര് നട്ട ചെടി ഐസോ? ആര് നട്ടത്? ഐസു നട്ടതാ? പപ്പായും ഇസു ഐസും അമ്മായി നട്ട. പപ്പ അല്ലേ നട്ടത്? ഇസു ഫുള്ള് വെള്ളം ഒഴിച്ചിട്ട് ഇസുവിന് തീരുന്നില്ല. ഇസു ഐസുവിന് കൊടുക്ക്. കുറച്ച് ഐസ് ഒഴിക്കട്ടെ. കൊടുക്ക്. ഷെയർ ചെയ്. ഇതണ്ടാ കുരുത്തക്കേട് ഉണങ്ങി. കുരുത്തക്കേട് കാണിക്കണോ? ഈ ചെടിക്കല്ലേ വെള്ളം ഒഴിക്കണ്ടേ? നിങ്ങൾ ഇസു ഐസുവിന് വെള്ളം ഒഴിക്കില്ലേ? ഇസു വെള്ളമായി. വായോ ചെടി നാളെ ഒഴിക്കാം കേട്ടോ. ശരിക്കും നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ 1 മാസം മുന്നേ നമ്മൾ ഇട്ട സീഡാണ് ഇപ്പം ഇങ്ങനെ ആയത്. ഞാൻ എക്സ്പെക്ട് ചെയ്തത് വേറെ എന്തോ വലിയ സംഭവം, അതായത് ഫുൾ അത് നിറച്ച് പിടിച്ച് ഫ്ലവറൊക്കെ ആവും എന്നൊക്കെ. ഞാൻ വിചാരിച്ചില്ല. ആണോ? ഇല്ല. എന്താ സംഭവം എന്നറിയാം, ഇവിടെ ഭയങ്കര ഹീറ്റ് വേവ് ആണല്ലോ. അപ്പം ഭയങ്കര ചൂടായിരുന്നു. നമ്മൾ സീഡ് ഇട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴും നല്ല ചൂട് തുടങ്ങി. എനിക്കൊന്ന് ഏറ്റവും സർവൈവ് ചെയ്യുന്ന സീഡ്സ് ആണ് പിടിച്ചത്, ബാക്കിയൊക്കെ പോയി. അപ്പം നോ പ്രോബ്ലം. ഇനി നമ്മൾ സീഡ് ഇട്ട് കഴിഞ്ഞാലും പിടിക്കില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം നമുക്കിവിടെ കുറച്ച് മന്ത് ഉണ്ട്, ഞാൻ പറഞ്ഞില്ല. അപ്പം നമ്മൾ ഏകദേശം ഒരു മാർച്ചിൽ ഏപ്രിലൊക്കെയാണ് ശരിക്ക്, അല്ലെങ്കിൽ ഒരു മെയ്ക്കകത്ത് സീഡ് ഇട്ട് അത് കിളിച്ച് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന് പൂക്കാനുള്ള ടൈം ഉണ്ടാവില്ല. ഏകദേശം നമുക്ക് സമ്മർ തീരുമല്ല ഒരു സെപ്റ്റംബറൊക്കെ കഴിയുമ്പോൾ. അപ്പം ഞങ്ങളുടെ ഒരു കുഞ്ഞ് ഈ വീഡിയോ, അതായത് ശരിക്കും മിക്ക ദിവസങ്ങളിലും മക്കൾ വന്നിട്ട് ചോദിക്കുമായിരുന്നു കേട്ടോ, എന്താണ് ഫ്ലവർ വന്നു എന്ന്. അപ്പോൾ അങ്ങനെ ജമന്തി കുറച്ച് നേരത്തെ തന്നെ പൂത്ത് കേട്ടോ. അങ്ങനെ ഇത് ശരിക്കും ഞാൻ എന്താ പറയുക, ഇറ്റ്സ് നോട്ട് ദാറ്റ് മച്ച് ഈസി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഡ്യൂട്ടിയുടെ ഇടയിലും വർക്കിൻ്റെ ഇടയിലും ഒക്കെ അതായത് ചെയ്യാനായിട്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഇനിഷ്യേറ്റീവ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ഫോർ ദ കിഡ്സ്. അവർക്കൊരു കുറച്ചും കൂടെ നേച്ചറുമായിട്ട് കണക്ട് ചെയ്യാനും, പിന്നെ ആ ഒരു സിംപ്ലിസിറ്റി അവരുടെ ദേ ആർ ജസ്റ്റ് 2.5 ഓൾമോസ്റ്റ് 3 അങ്ങനെ ആ ഒരു സിംപ്ലിസിറ്റി ഇപ്പോഴേ അവരുടെ ഉള്ളിൽ വന്നോട്ടെ എന്നൊക്കെ വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാട്ടോ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ. ഇസു സേ ബൈ. പ്ലീസ് സബ്സ്ക്രൈബ് എന്ന് പറ.
Please like, share, subscribe. ഇസു പ്ലീസ് സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞേ. സബ്സ്ക്രൈബ്.